സുഹൃത്തുക്കളെ, നമ്മുടെ രാഹുൽ ഗാന്ധി തീരെ നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറുന്നത്. ഇന്ന് അദ്ദേഹം പഴയ പോലെ ഒരു പപ്പുമോൻ ഇമേജിൽ നിൽക്കേണ്ട നാളല്ല. രാജ്യത്തിൻ്റെ ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള ഉത്തരവാദിത്വത്തോടുകൂടി വേണം അദ്ദേഹം സംസാരിക്കാൻ, അദ്ദേഹം ഇടപെടാൻ. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾ വിലപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ഉത്തരവാദിത്വബോധത്തോടുകൂടി സംസാരിക്കാൻ കഴിയണം. അളന്നു തൂക്കിയ വാക്കുകൾ പ്രയോഗിക്കാനുള്ള ശേഷി അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ രാജ്യത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന നേതാക്കന്മാരിൽ ഒരാളാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. എന്നിട്ടും ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് എന്താ? ഈ നമ്മുടെ സർദാർജി മൻമോഹൻ സിംഗിൻ്റെ ശവസംസ്കാര ചടങ്ങുകളിൽ അദ്ദേഹത്തെ അവഹേളിച്ചു, അദ്ദേഹത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല. എന്തൊക്കെയാണ് പറയുന്നത്? വായിൽ തോന്നെല്ലാം വിളിച്ചു പറയുന്നുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്, ഈ അപഹേളിക്കലൊക്കെ ചെയ്തിട്ടുള്ളത്? മുതിർന്ന നേതാക്കന്മാരെ നിന്ദിക്കുന്നത്, ഗുരുത്വമില്ലായ്മ കാണിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും അധികം കാണിച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയുടെ പൂർവ്വപിതാക്കന്മാരും മുത്തശ്ശിയും ഒന്നു മുതലും വലിയ മോശമൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരെയും അപമാനിക്കുകയും നിന്ദിക്കുകയും അടിമത്ത മനോഭാവത്തിൽ നിൽക്കുന്നവരെ മാത്രം താലോലിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം, അടുക്കളക്കാരെ എല്ലാം പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. കെ വി തോമസൊക്കെ അങ്ങനെ കേന്ദ്രമന്ത്രിയായിരുന്നത്. അങ്ങനെ അല്ലാതെ കഴിവുള്ളവരെ നോക്കിയിട്ടല്ല കൊണ്ടുവന്നിരുന്നത്. ആ രീതിയിലാണ് ഇവരുടെ വാക്കുകൾക്കനുസരിച്ച് നിൽക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രണാബ് കുമാർ മുഖർജി, ബംഗാളിൽ നിന്നുള്ള പ്രണാബ് ദാദ, അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാതെ, കാരണം അദ്ദേഹം റബ്ബർ സ്റ്റാമ്പായിട്ട് നിൽക്കാൻ തയ്യാറാവില്ല എന്ന് സോണിയാഗാന്ധിക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാതെ ഗതി കെട്ടിട്ട് പ്രസിഡന്റ് സ്ഥാനത്താക്കി. അതാകുമ്പോൾ പ്രത്യേകിച്ച് തലവേദനയൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോഴാണ് പിന്നീട് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്. നരേന്ദ്രമോദി പറഞ്ഞത് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നാണ് പറഞ്ഞത്. പ്രണാബ് ദാദ എന്ന് തന്നെയായിരുന്നു അദ്ദേഹം വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിയപ്പോഴും രാഷ്ട്രപതി കാലാവധി കഴിഞ്ഞ് യാത്രയയപ്പ് നൽകിയപ്പോഴും വികാരനിർഭരമായി തന്നെയാണ് നരേന്ദ്രമോദി സംസാരിച്ചിരുന്നത്. പ്രണാബ് കുമാർ മുഖർജിയും പറഞ്ഞത് ആലോചിച്ച് നോക്കണം. രാജ്യത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ യോഗ്യനായിരുന്ന ആളാണ്. അദ്ദേഹം തൻ്റെ എതിർപക്ഷത്തുള്ള BJPയുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് അദ്ദേഹവും പറഞ്ഞത് എനിക്ക് അനിയന് തുല്യമാണ്, സഹോദര തുല്യമായ, എന്നോട് ബഹുമാനത്തോടു കൂടിയിട്ടാണ് എന്നും പെരുമാറിയിട്ടുള്ളതാണ്. രാഷ്ട്രീയത്തിൽ ഗാഗാവിളികളല്ല വേണ്ടത്, പരസ്പരം പുച്ഛിക്കലല്ല വേണ്ടത്. ഒരാൾ പുച്ഛിച്ചാൽ പിന്നെ മറ്റേയാളും പുച്ഛിക്കും. അതിനപ്പുറത്ത് പരസ്പര ബഹുമാനത്തോടു കൂടി പോകാൻ കഴിയണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, മറ്റുള്ള പല രാജ്യങ്ങളുടെയും രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. പ്രത്യേകിച്ചും സ്കാൻഡിനേവിയൻ കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇലക്ഷൻ വരെയൊക്കെ പോരാട്ടം ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഒരുമിച്ചാണ്. ഇതങ്ങനെയല്ല, തീരെ ഇമ്മച്ചുറാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. 2022 ലാസ്റ്റിലാണ് ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ടു പോകുന്നത്. ഗുലാം നബി ആസാദിൻ്റെ രാജ്യസഭയിലെ കാലാവധി കഴിയുമ്പോൾ അദ്ദേഹം രാജ്യസഭാ ഉപാധ്യക്ഷനായിരുന്നു. അന്ന് എനിക്കൊരു സഹോദരനെയാണ് നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്ന് വിതുമ്പിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതാണ് ആത്മബന്ധം എന്ന് പറയുന്നത്. ഗുലാം നബി ആസാദ് കാശ്മീരിയാണ്, ഇയാൾ ഗുജറാത്തിയാണ്. ഗുലാം നബി ആസാദ് മുസ്ലിമാണ്, ഇയാൾ ഹിന്ദുവാണ്. ഗുലാം നബി ആസാദ് കോൺഗ്രസ്സുകാരനായിരുന്നു, ഇയാൾ BJPക്കാരനാണ്, RSSൽ കൂടെ കടന്നു വന്നതാണ്. അതിനൊക്കെ അപ്പുറത്ത് വിശുദ്ധമായ ചില വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കാനും പരസ്പര ബഹുമാനത്തോടു കൂടി രാഷ്ട്രീയത്തിൽ ഇടപെടാനും എല്ലാവർക്കും കഴിയണം. അത് EMSൻ്റെ ഒക്കെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. AK ആന്റണിയും മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആദ്യം പോയിട്ട് EMSൻ്റെ അടുത്താണ് അനുഗ്രഹം മേടിക്കാൻ ചെന്നത്. അപ്പോൾ EMS പറഞ്ഞൊരു വാക്കുണ്ട്, അനുഗ്രഹിക്കണോ അനുശോചിക്കണോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് എന്ന് പറഞ്ഞു. K കരുണാകരനും EK നായനാരും തമ്മിൽ വളരെ ഊഷ്മളമായ ഒരു ബന്ധം നിലവിലുണ്ടായിരുന്നു. അല്ലാതെ ഈ വെട്ടാനും കുത്താനും പോകുന്ന രീതിയിലായിരുന്നില്ല എന്നുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഗുലാം നബി ആസാദ് പിന്നീട് കോൺഗ്രസ് വിട്ട് പോകുമ്പോൾ പറഞ്ഞത്, കോൺഗ്രസിനകത്ത് ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആണ് നടക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇവർക്ക് ഒന്നിനും കൊള്ളാത്ത ഓരോരുത്തരും മുമ്പിലെടുത്തു. മല്ലികാർജ്ജുൻ ഖാർഗെ AICC പ്രസിഡന്റാണ്. ജോഡോ യാത്ര നടത്തിയപ്പോൾ ക്യാപ്റ്റൻ, AICCയിലെ പ്രസിഡന്റൊന്നും അല്ലാത്ത രാഹുൽ ഗാന്ധി, AICCയിലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അവിടെ ഉണ്ട്. ഇവരൊന്നുമല്ല രാഹുൽ ഗാന്ധി. അപ്പം രാജകുമാരൻ കളിയാണ്. ഇത് രാജഭരണമല്ല ഇന്ത്യയിലുള്ളത് എന്നുള്ള തിരിച്ചറിവ് വേണം. ഇവരിപ്പോഴും ആ ഒരു ലോകത്ത് നിൽക്കുക. ആ മാന്യ ഇവരെ വിട്ടുമാറിയിട്ടില്ല. കാരണം അവർ ചെറുപ്പത്തിൽ വളരുമ്പോൾ തൊട്ടേ മുത്തശ്ശിയുടെ അച്ഛൻ പ്രധാനമന്ത്രി, മുത്തശ്ശി പ്രധാനമന്ത്രി, അച്ഛൻ പ്രധാനമന്ത്രി, അമ്മ UPA ചെയർപേഴ്സൺ, പിൻസി ഡ്രൈവിംഗ് നടത്തുന്നു. അങ്ങനെ അധികാരത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പം ഇവർക്കിപ്പോഴും ആ ഒരു മാന്യം വിട്ടിട്ടില്ല. ഇവരെ വിചാരം എപ്പോഴും രാജകുമാരിയും രാജകുമാരനാണെന്നുള്ളതാണ്. ആ മട്ടിലാണ് അവർ പോകുന്നത്. പക്ഷേ അതിവിടെ വയനാട്ടിലും കേരളത്തിലും ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ സ്വീകാര്യതയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർക്കിപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഗുലാം നബി ആസാദ് പറഞ്ഞു, ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആണ് നടക്കുന്നത്, റബ്ബർ സ്റ്റാമ്പ് ഭരണമാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ മനസ്സോടെ അരനൂറ്റാണ്ടിലേറെ നീളുന്ന എൻ്റെ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഞാൻ വിച്ഛേദിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് 2022 അവസാനത്തിൽ കോൺഗ്രസിൽ നിന്ന്
വിങ്ങുന്ന മനസ്സോടുകൂടി ഗുലാം നബി ആസാദിനെ പോലെയുള്ള മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും കാലഘട്ടത്തിൽ കോൺഗ്രസിലുണ്ടായിരുന്ന നേതാവ് വിട്ടുപോകുന്നത്. അതിൻ്റെ ഒറ്റ ഉത്തരവാദി രാഹുൽ ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും കാലഘട്ടത്തിലുണ്ടായിരുന്നതാണ്. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി, ഒന്നാമത് രാഹുൽ ഗാന്ധി ആർക്കും അപ്പോയിൻമെൻറ്റ് കൊടുക്കില്ല. പൊതുവെ മുതിർന്ന നേതാക്കന്മാർക്ക്, ഈ മണിയടിക്കാർക്ക് മാത്രമേ അപ്പോയിൻമെൻറ്റ് കൊടുക്കുള്ളൂ. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി 10-ാം നമ്പർ ജനപദ് വീട്ടിൽ ചെന്നപ്പോൾ രാഹുൽ ഗാന്ധി പട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക, പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ്. ഇങ്ങനെ പട്ടിക്ക് ബിസ്ക്കറ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മറ്റേയാളെന്തൊക്കെ പറയണ്ടേ, അതിന് ആ ഊന്നൊക്കെ പറഞ്ഞ് മൂളുന്നുണ്ട്. എന്നിട്ട് പട്ടിയെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധ ഇതില്ല, കോൺസെൻട്രേഷൻ. സീരിയസ് ആയിട്ടുള്ള പൊളിറ്റിക്സ് വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് മറ്റേ ആൾ വന്നത്. ഇത്ര കണ്ട് ഇമ്മച്ചറാണ് രാഹുൽ ഗാന്ധി. എന്നിട്ട് പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അറിയാതെ പട്ടിക്കുള്ള ബിസ്ക്കറ്റ് ഇയാളെ നേർന്ന് കിട്ടി. ഫാക്ട്. നിങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിച്ചു നോക്കിയാൽ മതി. അത് വലിയ വിവാദമായ സംഭവമാണ്. അപമാനിക്കുന്നതിന് ഒന്നും തുല്യല്ലേ പട്ടിക്ക് കൊടുക്കണ ബിസ്ക്കറ്റ് സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിക്ക്, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിക്ക് നേരെ നീട്ടിയത്. അത്ര കണ്ട ആബ്സെന്റ് മൈൻഡാണെന്ന് അർത്ഥം രാഹുൽ ഗാന്ധി. അയാൾക്ക് ഈ പണിയൊന്നും പറ്റിയതല്ല. കപിൽ സിബൽ അവർക്ക് വലിയൊരു അസറ്റായിരുന്നല്ലേ. കോൺഗ്രസിന്റെ പല പ്രമാദമായ കേസുകളും ഫീസില്ലാതെ പാർട്ടിക്ക് വേണ്ടി വാദിച്ചിരുന്ന രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭനായ, എണ്ണം പറയാവുന്ന, ഒരു സിറ്റിങ്ങിന് കോടികൾ പ്രതിഫലം മേടിക്കുന്ന അഭിഭാഷകരുടെ ഒരാളായിരുന്നു കപിൽ സിബൽ. കപിൽ സിബലും ഈ പറഞ്ഞ പോലെ ഈ അവഗണനയിൽ മനംനൊന്ന് അവസാനം ഗതികെട്ട് സമാജ്വാദി പാർട്ടിയിൽ പോയി ചേർന്നു. അവരുടെ പ്രതിനിധിയായിട്ട് ഇപ്പോൾ രാജ്യസഭയിലുണ്ട്. ഈ ഓരോ കഴിവുള്ള ആൾക്കാരെ പറഞ്ഞയക്കുകയാണ്. കഴിവില്ലാത്ത കുറച്ച് സ്തുതിപാഠകർ മതി തനിക്കെന്നുള്ളതാണ്. ബോബനും മോളിയിലും പിന്നെ പട്ടിക്കുട്ടിയുള്ള മാതിരി രാഹുലും പ്രിയങ്കയും പിന്നീട് KC വേണുഗോപാലും ഇത് മതി എന്നുള്ളതാണ്. KC ആകുമ്പോൾ ഇവരെ പെട്ടിയും തൂക്കി ഇവർ പറയണതെല്ലാം കേട്ട് അതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തോളും. KCയും രാഹുലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പല രീതിയിലുള്ള കഥകൾ കേൾക്കുന്നുണ്ട്. അത് അത്തരം ഒരാളുടെ എന്താ പറയുക, ലൈംഗിക താല്പര്യങ്ങളെ, അത് അവരുടെ സ്വകാര്യമായ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ ആഴത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റൊന്ന്, ബില്ല് കീറി എറിഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സഭയ്ക്കകത്ത് സ്വന്തം സർക്കാർ കൊണ്ടുവന്ന ബില്ല് ഷോ ഓഫ് അല്ലേ നടത്തിയ, വലിച്ചു കീറി എറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൻമോഹൻ സിംഗിന്റെ കരണത്തടിക്കുന്നതിന് തുല്യല്ലേ. അവരുടെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവല്ലേ, അവരുടെ പ്രധാനമന്ത്രിയല്ലേ, മുത്തച്ഛന്റെ പ്രായമല്ലേ. ആ ബഹുമാനം പോലും ഒരാൾക്കും കൊടുക്കാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി. പ്രായത്തെ ബഹുമാനിക്കില്ല. ഇവിടെ എത്തുമ്പോൾ വയനാട്ടിൽ കൂടി വരുമ്പോൾ വഴിയിൽ ഏതെങ്കിലും അമ്മച്ചിമാരെ കാണുമ്പോൾ ബോണ്ടയും ചായയൊക്കെ കുടിച്ച് അവർക്ക് വാങ്ങി കൊടുക്കണ പോലെ അല്ല. അത് കാപ്പട്ടിയാണ്. ആ കാപ്പട്യത്തിന്റെ വേറെ കഥ നമുക്കറിയാം. ഒരിക്കൽ ഇദ്ദേഹം സഭയിൽ നാടകീയമായി നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് പോകുന്നു ചർച്ചയ്ക്ക് ശേഷം. എന്നിട്ട് നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്യുന്നു. ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ആലിംഗനം ചെയ്യുമ്പോൾ ആലിംഗനത്തിൽ എത്രയോ വിശുദ്ധമായ അർത്ഥമുണ്ട്. അപരിചിതനായ ഒരാളെ പോലും നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ അത് ഹൃദയത്തിൽ നിന്ന് വരണം. ആലിംഗനം ചെയ്തിട്ട് കണ്ണിറക്കി കാണിക്കുക സ്വന്തം പാർട്ടിക്കാരെ. പക്ഷെ ക്യാമറകൾ അത് ഒപ്പിയെടുത്തു. അപ്പം അത്ര കണ്ട് കാപട്യമുള്ള ഒരാളാണ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് സത്യം. ഊതി വീർപ്പിച്ച ഒരു ബലൂൺ മാത്രമാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്കാണ് ഇപ്പം മൻമോഹൻ സിംഗിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്. മൻമോഹൻ സിംഗുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വളരെ നല്ല ബന്ധത്തിൽ തന്നെയായിരുന്നു എന്നുള്ളത് സത്യം. ഇപ്പോൾ ഖാർഗെയല്ല ജോഡയാത്രയ്ക്ക് പോയത്. ജോഡയാത്ര ഇയാളെ നടത്തിയത്, ഇയാളുടെ ഇമേജ് ബിൽഡിങ്. അതാ സംഭവിച്ചത്. പ്രസിഡന്റ് സ്ഥാനം വേണ്ടാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ ആളാ. എന്നാ പിന്നെ അടങ്ങി ഒതുങ്ങിയിരുന്നാൽ പോരെ. ഈ പണി മൂപ്പർക്ക് പറ്റൂലെന്നേ. ഇത് ഗുരുത്വം എന്ന് പറയുന്നത് സാധനമില്ല. വെറും ഈ അഭിനയം മാത്രം. അതൊന്നും എല്ലാ കാലത്തും നിൽക്കില്ല. വേണ്ട. അടിയന്തരാവസ്ഥ കാലത്ത് എത്രത്തോളം ക്രൂരതകൾ ഇന്ത്യയിൽ നടന്നു. ഇദ്ദേഹത്തിന്റെ മുത്തശ്ശിയുടെ സമയത്ത് അടിയന്തരാവസ്ഥ കാലത്തെ ക്രൂരതകളുടെ പേരിൽ ഇന്ന് വരെ രാഹുൽ ഗാന്ധി രാജ്യത്തോട് മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? എന്റെ മുത്തശ്ശിയുടെ കാലത്ത് നടന്ന ക്രൂരതകൾ, കൂട്ടക്കൊലകൾ, വംശഹത്യകൾ, കൂട്ടബലാത്സംഗങ്ങൾ, അതിന്റെ പേരിൽ ഇതാ ഞാൻ ഈ രാജ്യത്തോട് മാപ്പ് പറയുന്നു എന്ന്. കുരിശുദ്ധ കാലത്ത് നടന്ന കൂട്ട കൊലപാതകങ്ങൾക്കും ബാക്കിയുള്ളതിനും മാർപ്പാപ്പ ലോകത്തോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. മാപ്പ് പറയുന്നത്, തെറ്റുപറ്റിയാൽ മാപ്പ് പറയുന്നത് അത്ര വലിയ മോശമൊന്നല്ല. അവിടെ മഹത്വം കൂടുകയെന്ന് രാഹുൽ ഗാന്ധി തയ്യാറായിട്ടുണ്ടോ? ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ടപ്പോൾ അതും ഇന്ദിരാഗാന്ധി തന്നെ പാലൂട്ടി വളർത്തിയ സിഖ് ഭീകര സംഘടന ഭിന്ദ്രൻവാല ഇന്ദിരാഗാന്ധിയുടെ കിടപ്പുമുറിയിൽ വരെ വരാനും സന്ധിക്കാനും അവകാശമുണ്ടായിരുന്ന ആളാണ്. അത്ര കണ്ട ആത്മബന്ധത്തിലുണ്ടായിരുന്ന. പക്ഷെ അവർ തമ്മിലുള്ള ടേംസ് തെറ്റി. അത് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തി ഭിന്ദ്രൻവാലയെ കാരണം ഒരു സ്വകാര്യ സ്വത്തായിട്ട് എപ്പോഴും കൊണ്ടുനടക്കാന്നുള്ളതായിരുന്നു. അത് മത്തായി ആണെങ്കിലും പഴയ
മുഹമ്മദ് തയ്യ ആണെങ്കിലും ആ രീതിയിൽ കൊണ്ടുനടന്നത്. അങ്ങനെ പിന്നെ സാമനേക്ഷ, അങ്ങനെ ഒരുപാട് പേരുമായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ ബന്ധങ്ങൾ നെഹ്റുവും വലിയ മോശമൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ ഗുണം കുറച്ചൊക്കെ മോൾക്കും കിട്ടായിരിക്കില്ലല്ലോ. ബന്ധങ്ങളൊക്കെ വളരെ കുപ്രസിദ്ധമാണ്, അവിശുദ്ധമായിരുന്നു എന്നുള്ള ഒരുപാട് പുസ്തകങ്ങൾ അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. ചിലതൊക്കെ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ട്, എന്നാലും ഓൺലൈൻ വഴിയൊക്കെ നമുക്ക് കിട്ടുന്നതാണിത്. ഈ സാധനങ്ങളൊക്കെ, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ബിന്ദ്രൻ വാലയെ അവസാനം പിന്നെ ശത്രുപക്ഷത്താവുന്നു, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തുന്നു. അവരൊരു പിന്നെ സായുധ ശക്തിയായിട്ട് മാറുന്നത് ആദ്യം ഇന്ദിരാഗാന്ധിയുടെ പിന്തുണയോട് കൂടിയിട്ടാണ്. പക്ഷേ ഇന്ദിരാഗാന്ധി അവരുമായിട്ട് പിന്നീട് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തി കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് പ്രതികാരം വിട്ടാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെയാണ് സ്വന്തം അംഗരക്ഷകരാൽ ഒരുമിച്ചെപ്പോഴും നടക്കുന്ന ആളുകൾ ബീർബൽ സിംഗ്, വിശാന്ത് സിംഗ്, കെഹാർ സിംഗ്, പിന്നെ എല്ലാവരും പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. നമ്മളൊക്കെ അന്ന് ചെറിയ കുട്ടിയല്ലേ. രണ്ടുപേരെ സ്പോട്ടിൽ കൊന്നു, പിന്നെ രണ്ടുപേരെ പിന്നെ തൂക്കിക്കൊന്നു. കെഹാർ സിംഗിനെയും മറ്റേ ഇയാളെയും പിന്നെ തൂക്കിക്കൊന്നു. ഞാൻ പറയുന്നത് അങ്ങനെ ആ സമയത്ത് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു കഴിഞ്ഞപ്പം ഈ ദില്ലിയിലും മറ്റുള്ള സ്ഥലത്തും ഇതൊന്നും അറിയാതെ ഈ തീവ്രവാദ സംഘടനകളുമായി യാതൊരു ബന്ധമില്ലാതെ പാനിപ്പൂരി കച്ചവടം നടക്കുകയും കൂലിപ്പണിക്ക് പോവുകയും ചെയ്യുന്ന സമ്പന്നരായ പഞ്ചാബികളെല്ലാം ഒന്നുകിൽ പഞ്ചാബിലാണ് ജോലി ചെയ്യുക, അല്ലെങ്കിൽ അവർ കാനഡ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിലേക്കാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അല്ലാതെ അവർ നമ്മളെ നാട്ടിൽ തമിഴന്മാർ വരുന്നവരെയും ബീഹാറികൾ വരുന്നവരെയും നാട്ടിൽ കൂടി നടക്കില്ല. അത്ര കണ്ട് ദാരിദ്ര്യത്തിലുള്ള സിഖ് വിഭാഗത്തിൽ ജനിച്ചുപോയി എന്നൊരൊറ്റ കാരണമേ ഉള്ളൂ. 5 പൈസയുടെ ഗതിയില്ലാതെ ദാരിദ്ര്യത്തിലുള്ള മനുഷ്യർ ബോംബെയിൽ പിന്നെ വന്ന് പണിയെടുക്കുമ്പം, ദില്ലിയിലുമൊക്കെ പണിയെടുക്കുമ്പം ആ മനുഷ്യരെ കൂട്ടത്തോടെ പിടിച്ച് കെട്ടി കൊണ്ടുവന്ന് തീയിട്ട് കൊന്നു. അന്ന് ഇന്ദിരാഗാന്ധിയുടെ വലങ്കിയായിരുന്ന ആള്, ഇന്ദിരാഗാന്ധി മരണപ്പെട്ടതിന് ശേഷം HKL ഭഗത്, ആ ഭഗത്തിന് പിന്നെതിരെ കേസൊക്കെ വന്നു. അന്ന് രാജീവ് ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി രാജ്യത്തോട് ഇതിന്റെ പേരിൽ കലാപം ഉണ്ടാവരുതെന്നല്ല പറഞ്ഞത്. എൻ്റെ അമ്മയുടെ മരണത്തിന്റെ പേരിൽ ഒരു മനുഷ്യൻ പോലും കൊല ചെയ്യപ്പെടരുത്, അങ്ങനെ സംഭവിച്ചെങ്കിൽ നിർഭാഗ്യകരമാണ്, ഇനി ഞാൻ രാജ്യത്തോട് മാപ്പി വയ്ക്കുന്നതെന്ന് പറഞ്ഞതിന് പകരം വൻമരം വീഴുമ്പോൾ ഭൂമി ചെറുതായൊന്ന് കുലുങ്ങും എന്ന് പറഞ്ഞു. ഭൂമി കുലുങ്ങി വീണ്ടും. 84-ലെ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം നടന്ന സിഖ് വംശഹത്യക്ക് പിന്നെ ശേഷം പിന്നെയും ഭൂമി കുലുങ്ങി. 1991 ശ്രീപെരുമ്പത്തൂരിൽ ഒരു ബോംബ് പൊട്ടി, അവിടെ ഭൂമി കുലുങ്ങി, ഒരു തീഗോളമായി രാജീവ് ഗാന്ധി മാറി. അത് കാലത്തിന്റെ കാവ്യനീതി എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് കുറച്ചൊക്കെ ആത്മാർത്ഥത ഉണ്ടാവണം, സത്യസന്ധത ഉണ്ടാവണം, ഒക്കെ ഉണ്ടാവണം. അടിയന്തരാവസ്ഥയിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള തോന്നിവാസങ്ങൾ, ശ്രീലങ്കയിൽ പോയി കാണിച്ച തോന്നിവാസങ്ങൾ, ശ്രീലങ്കയിൽ ഇന്ത്യൻ മിലിറ്ററിയുടെ സഹായത്തോടു കൂടിയിട്ട് ഇന്ത്യൻ വംശജരായ തമിഴ് സ്ത്രീകളെ പിന്നെ ബലാത്സംഗങ്ങൾക്കിരയാക്കി. ഇതൊക്കെ ചരിത്രമല്ലേ? എന്നിട്ട് ഇവര് അപമാനിച്ചു എന്ന് പറയുന്നത്. പ്രണാബ് കുമാർ മുഖർജിയുടെ മകള് പറഞ്ഞിരിക്കുന്നു, ശർമിഷ്ഠ മുഖർജി, എൻ്റെ അച്ഛൻ്റെ മരണശേഷം ഒരു അനുശോചനക്കുറിപ്പ് പോലും തയ്യാറാക്കിയിട്ടില്ല എന്ന്. ഞാൻ പറഞ്ഞു, ആധുനിക പിന്നെ ഇന്ത്യയുടെ ശില്പി എന്ന് പറയാവുന്ന, ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയാവുന്ന മൻമോഹൻ സിംഗിനെ ഉപയോഗിച്ചുകൊണ്ട് ആ രീതിയിൽ ഇന്ത്യയെ പുതിയ വികസനത്തിന്റെ വഴികളിലേക്ക് നടത്തിക്കൊണ്ടു പോകുന്നതിന് തുടക്കമിട്ട, അതാണ് പിന്നെ അതേ പോളിസിയാണ് ഇപ്പം ഇവരൊക്കെ പിന്തുടരുന്നത്. ആ തുടക്കമിട്ട നരസിംഹറാവുവിന്റെ ഓർമ്മകൾ പോലും ഇവരെ ഭയപ്പെടുത്തുന്നുണ്ട്. ഓർക്കുന്നില്ലല്ലോ, ഓർമ്മദിനം ആചരിക്കുന്നില്ലല്ലോ. ഇവർ കാണിക്കുന്ന പോലെ ഇവർ അതേസമയം ഇവിടെ LK അദ്വാനി വാജ്പേയിയുടെയും ബാക്കിയുള്ളതൊക്കെ BJPക്കാർ പിന്നെ ആചരിക്കുന്നുണ്ടല്ലോ. കൃഷ്ണപിള്ള തൊട്ട് EMS തൊട്ട് AKG തൊട്ട് CH കണാരൻ തൊട്ടുള്ള ആളുകളുടേതെല്ലാം CPM കൃത്യമായിട്ട് ആചരിക്കുന്നുണ്ടല്ലോ. ഇവർക്ക് ആരോടാ കടപ്പാടുള്ളത്? CHന്റേതും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടേതൊക്കെ മുസ്ലിം ലീഗ് ആചരിക്കുന്നുണ്ടല്ലോ. ഗുരുത്തല്ല, അതാണ് സത്യം. രാഹുൽ ഗാന്ധി ഹൃദയം കൊണ്ടല്ല സംസാരിക്കുന്നത്, കാപ്പട്യത്തിന്റെ അങ്ങേ തലക്കിൽ നിൽക്കുന്ന ഒരാളാ. ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറുക്കന്റെ കുശാഗ്ര ബുദ്ധി വെച്ചിട്ടാണ് പെരുമാറുന്നത്. അത് മാറ്റണം. രാഹുൽ ഗാന്ധിക്ക് 55 വയസ്സായി, ചെറിയ കുട്ടിയൊന്നുമല്ല. ആൾക്കാർ വിളിക്കുന്ന പപ്പുമോൻ എന്നൊക്കെ പറയുമ്പോഴും മടിയിലെടുത്ത് ഓമനിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ അത് ഈ പക്വതയില്ലായ്മ കൊണ്ടാ. പക്ഷെ പ്രായം എന്നെക്കാളൊക്കെ 8-10 വയസ്സിന് മൂത്തതല്ലേ. ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അറിയാതെ വളർന്നതിന്റെ ഭാഗമായിട്ടാ. വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചു. അടിത്തട്ടിൽ വലിയ പണിയൊന്നും എടുത്തിട്ടില്ല. ആകെ പിന്നെ പട്ടിയാന്തയ്ക്ക് പോയതുപോലെ കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ നടന്നു. അതാണ് ജീവിതത്തിൽ ആകെ എടുത്ത സംഘടനാ പണി. അതാ. ഇത്രയും വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ KSUവിൽ പ്രവർത്തിച്ചിട്ടില്ല, യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടില്ല, ക്യാമ്പസിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടില്ല, ബൂത്ത് കമ്മിറ്റി പ്രവർത്തിച്ചിട്ടില്ല, മണ്ഡലം കമ്മിറ്റി പ്രവർത്തിച്ചിട്ടില്ല,
DC ബ്ലോക്ക് കമ്മിറ്റി പ്രവർത്തിച്ചിട്ടില്ല, DCC പ്രവർത്തിച്ചിട്ടില്ല, PCC പ്രവർത്തിച്ചിട്ടില്ല. നൂലുമ കെട്ടി ഇറക്കിയതാ. ആങ്ങളെയും ബംഗളൂരു ലോക്സഭയിൽ എണീറ്റിക്കാൻ ജീവനില്ലാത്ത അമ്മേനെ പിടിച്ച് രാജ്യസഭയിലും ഈ ആനുകൂല്യങ്ങളും കാര്യങ്ങളും കിട്ടണേ. ഈ ആരോഗ്യ അവസരം ഞാൻ മാറിക്കൊടുക്കട്ടെ, പുതിയ ഒരാൾ വരട്ടെ, ചെറുപ്പക്കാരെങ്കിലും രാജ്യസഭയ്ക്ക് വരട്ടെ എന്ന് സോണിയാഗാന്ധി എന്തുകൊണ്ടാണ് തീരുമാനിക്കാതിരുന്നത്? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഗുലാം നബി ആസാദിനെ അപമാനിച്ച, പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ് പിന്നെ നേരെ നീട്ടി ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയെ അപമാനിച്ച, പ്രണാബ് കുമാർ മുഖർജിയെ അപമാനിച്ച, മൻമോഹൻ സിംഗിനെ റബ്ബർ സ്റ്റാമ്പാക്കി മുമ്പിൽ നിർത്തി വിദേശ രാജ്യ പ്രതിനിധികളുമായിട്ടുള്ള ഔദ്യോഗിക ചർച്ചകളിൽ UPA ചെയർപേഴ്സൺ എന്ന രീതിയിൽ അതിനെ ലീഡ് ചെയ്തത് സോണിയാഗാന്ധി. ഈ സർദാർജി പാവമായിരുന്നു, അതാണ് മൗനി ബാബ. അദ്ദേഹം ഒരു ശുദ്ധഹൃദയനാ. അദ്ദേഹത്തിന്റെ ആ ഒരു നിഷ്കളങ്കതയെ മുതലെടുക്കുകയും ചൂഷണം ചെയ്യുകയും അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ വിറ്റ് പൈസയാക്കുകയും ചെയ്തവരെ അവര്, റോബർട്ട് വധേരയ്ക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായിരുന്നാലും ഈ വിഷയത്തിനകത്ത് ശരിക്ക് മുൻകാല പ്രാബല്യത്തോടെ ഇക്കാലം വരെ ചെയ്ത തെറ്റുകൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ പാവം ഇതിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തേ ഉള്ളൂ. അദ്ദേഹത്തെ കുറ്റം പറയണില്ല ഞാൻ. അതൊക്കെ അടുത്തിട്ട് പ്രവർത്തിച്ചു വന്നൊരു മനുഷ്യനാ, ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയും കൂടിയാ. എനിക്ക് ബഹുമാനമുള്ള ആളാ, കർണാടകക്കാരനാ. അതൊക്കെ പോട്ടെ, അദ്ദേഹത്തെ വെറുതെ വിട്. രാഹുൽ ഗാന്ധി ഇത്തരം കാര്യങ്ങളിൽ ഈ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ രാജ്യത്തോട് ആദ്യം മാപ്പ് പറയണം, മുൻകാലത്ത് ചെയ്തതിന്. ഇപ്പൊ തന്നെ ഈ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന്. അല്ലാതെ വായി തോന്നുന്നു കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ പറയാൻ അദ്ദേഹം പഴയ പോലെ വെറും പപ്പുമോനല്ല, വെറും ഒരു MP അല്ല. 140 കോടി ജനങ്ങളുള്ള ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാ, ക്യാബിനറ്റ് റാങ്കിലുള്ള ആളാ. പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെ ഒക്കെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കീ പോസ്റ്റിൽ നിൽക്കുന്ന ഒരാളാ, രാജ്യത്തിന്റെ പ്രതിനിധിയാണ്. ആ ബോധം രാഹുൽ ഗാന്ധിക്ക്, ആ ബോധവും തിരിച്ചറിവും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.